എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ അവനെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോൾ, ഇസ്ലാമിലേക്ക് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല ഒന്നാമത്തെ നല്ല കാര്യം എന്താണ്? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ നല്ല കാര്യം എന്താ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുന്ന ഈ ബാങ്കിന് ഉത്തരം നൽകലാണ്. അതിനേക്കാൾ ഒന്നാമത്തെ നല്ല കാര്യം 5 വഖത്ത് നമസ്കാരമാണ്. 5 വഖത്ത് നമസ്കാരമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ സൽക്കർമ്മം അതാണ്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. പടച്ചവനെ തഹജ്ജുദ് നിസ്കരിച്ചവരുണ്ട്, സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് 5 വഖത്ത് ഫർദ് നമസ്കാരങ്ങളോ, അലാഹ നിസ്കരിച്ചവരുണ്ട്, തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചവരുണ്ട്, തസ്ബീഹ് നിസ്കരിച്ചവരുണ്ട്, വിത്ർ നമസ്കരിച്ചവരുണ്ട്. മുടങ്ങാതെ ഒരുപാട് നമസ്കാരങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരു മാസക്കാലം 30 ദിവസം മുടങ്ങാതെ ചെയ്തവരാണ്. പക്ഷേ ആ റമളാനങ്ങ് സലാം പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട്, പറയുന്നവനോടും വയത് കേൾക്കുന്നവനോട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ആ റമളാൻ മാസത്തിൽ ഞാനും നിങ്ങളും ഒരൊറ്റ വഖത്ത് പോലും മുടങ്ങാതെ അതുപോലെ തക്ബീറോടുകൂടി നിസ്കരിച്ച ഞാനും നിങ്ങളും നമുക്കെന്തേ സംഭവിച്ചത്? ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈമാൻ എല്ലാം തകർത്തു കളഞ്ഞിട്ട് ഞാനും നിങ്ങളും പഴയതുപോലെ ഇബ്ലീസിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ നിന്റെ അടിമയാടാ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാനും നിങ്ങളും അവനെ പോലെ ജീവിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിന്റെ കാര്യം നമ്മളിൽ പലരും അങ്ങ് മറന്നു പോവുകയാണ്. അതിനെ നിസ്സാരമായി കാണുകയാണ്. അതിന് നൽകേണ്ട സ്ഥാനവും മഹത്വവും നമ്മളിൽ പലരും നൽകുന്നില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. സന്തോഷമില്ല, സമാധാനമില്ല, കച്ചവടമില്ല, ഉള്ള ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ്. എല്ലാവരും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി എല്ലാവരും തകർന്ന തരിപ്പണമായി നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നൊരു പരിഹാരം പറയുകയാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് മരണപ്പെടുകയാണ്. ഒരു യാത്രയിലാണ് തന്റെ കൂടപ്പറപ്പ് മരണപ്പെട്ട വാർത്ത അറിയുന്നത്. അല്ലാഹുവേ, അവിടെ നിന്ന് വേദന സഹിക്കാൻ കഴിയുന്നില്ലോ. തന്റെ കൂടപ്പറപ്പാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത്. വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത ദുഃഖമാണ്, താങ്ങാൻ കഴിയാത്ത വേദനയോട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് പുറപ്പെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. അതാ നമസ്കരിക്കാൻ പോകുമ്പോ കരഞ്ഞു വിളിച്ചുകൊണ്ട് കടന്നുപോയി ഇബ്നു അബ്ബാസ് തങ്ങൾ. അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി കാണുകയാണ്. സഹാബികൾ ചോദിച്ചു, എന്തേ നിങ്ങളുടെ വേദനയൊക്കെ മാറിയോ? നിങ്ങളുടെ വിഷമം മാറിയോ? നിങ്ങളുടെ പ്രയാസം മാറിയോ? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ.
സ്വലാത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടിയാ. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം പരിഹാരമാണ്. എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം നബിയല്ലേ പറഞ്ഞത്. ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം അത് 5 നേരത്തെ നിസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട്, നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. പക്ഷേ വാപ്പാ, നിന്റെ ഭാര്യ നിസ്കരിക്കുവോ? നിന്റെ പൊന്നാര മക്കളെ നിസ്കരിക്കുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രായപൂർത്തിയായ പൊന്നാര മക്കളെ നമസ്കരിക്കുവോ? എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം എന്തേ നിർബന്ധമല്ലോ? എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പടച്ചവനെ ബുദ്ധിയും കഴിവുമുള്ള പ്രായപൂർത്തിയായ എല്ലാ ആടിനും പെണ്ണിനും മുസ്ലിമീങ്ങൾക്ക് മുഴുവനും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിച്ച് നിസ്കരിപ്പിക്കണം. 7 വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? പറചങ്ങാതിമാരെ എന്ത് ചെയ്യണം? ഉറക്കമെന്ന് പറഞ്ഞേ. നിങ്ങൾ നിർത്തിയിട്ട് പുറകിരിക്കണവർ വരാം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പയുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? എടാ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സ് പോട്ടെ, അത് വിട്. 15 വയസ്സായി, 18 വയസ്സായി, നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏത് വാപ്പായുമായ അവളെ സ്കൂളിൽ മാർക്ക് കുറഞ്ഞാൽ തല്ലും. സ്കൂളിൽ മാർക്ക് കുറഞ്ഞാൽ തല്ലും. പക്ഷെ നിസ്കരിക്കാത്തവനെ തല്ലണോന്നാ പറഞ്ഞേ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണം. അതിനുള്ള ധൈര്യം ഉണ്ടോ? വാപ്പായ്ക്ക് ധൈര്യമില്ല. വാപ്പായ്ക്ക് ധൈര്യമില്ല. കാരണം വാപ്പ നിസ്കരിക്കാറില്ല. തല്ലാൻ പോയാൽ മോൻ ചോദിക്കുക, ആദ്യം വാപ്പ പോയി നിസ്കരിക്കും. ആദ്യം വാപ്പ നിങ്ങൾ നന്നാവ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കണം നമ്മുടെ അവസ്ഥ എന്താ. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന വലിയ മഹാന്മാരൊക്കെ തന്നെ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് 3 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര് 3 വിഭാഗം. കള്ളുകുടിയനല്ല, പലിശ തിന്നുന്നവനല്ല, കാഫിരീങ്ങളല്ല, അള്ളാനെ മറന്നു നടക്കുന്നവനല്ല. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അവരോട് സംസാരിക്കില്ല, അള്ളാഹു അവരുടെ മുഖത്ത് നോക്കില്ല, അള്ളാഹു അവരോട് കരുണ കാണിക്കില്ല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം തന്റെ ഭാര്യ മക്കളും ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ ഭാര്യ മക്കളും ഇരുന്ന് സീരിയൽ കാണുന്നുണ്ട്, നിസ്കരിക്കാതെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പ, നിന്നെ അള്ളാഹ് വെറുതെ വിടത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ അള്ളാഹു വെറുതെ വിടത്തില്ല. നീ രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ നിന്റെ 18 വയസ്സുള്ള മകൻ അവിടെ കിടക്കുന്നുണ്ട്, നിന്റെ കൂടെ കിടന്ന ഭാര്യ അവിടെ കിടക്കുന്നുണ്ട്. അവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാതെ നീ പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യമുള്ള? അള്ളാഹു എന്തേ പറഞ്ഞ? നരകത്തിൽ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞേ, നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണമെന്നാ പറഞ്ഞേ. പാപ്പ, നീ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്നവനാ, നിന്റെ മകൻ വരാറില്ല, നിന്റെ കൂടെ കിടന്ന ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല, നിന്റെ പെമ്മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല. അത് നിന്റെ ബാധ്യതയില്ലേ നിസ്കരിപ്പിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ, മക്കളെ പ്രായപൂർത്തിയായ മഹാനായി നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമകളുടെ വിവാഹം കഴിഞ്ഞു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ കൂടെ മണിയറയ്ക്കകത്ത് കിടക്ക, തന്റെ പൊന്നുമോള് ഭർത്താവിന്റെ വീട്ടിൽ കിടക്ക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിന്റെ സമയത്ത് മകളുടെ വീടിന്റെ മുന്നിൽ കെട്ടിച്ചുവിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കും മോളെ. പാപ്പ, കല്യാണം കഴിച്ചുവിട്ട മക്കളുടെ വീട്ടിലെങ്ങും പോണ്ട, നീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പോകുന്ന വഴിയിൽ അടുത്ത റൂമിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളെ നീ വിളിച്ചുണർത്താറുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു വീട്ടിലെ വാപ്പ എങ്ങനെ ആകണമെന്നറിയോ? ഒരു വീട്ടിലെ മാതാവ് എങ്ങനെയാകണം? പിതാവ് എങ്ങനെയാകണം?
മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയാകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ നിങ്ങൾക്ക് ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നമസ്കരിക്കാതെ കടന്നുറങ്ങുന്നത് മകനാകട്ടെ, മകളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, ആരുമാകട്ടെ, ഈ ഒരൊറ്റ ആയത്ത് ആ മക്കൾക്ക് ഓതി കൊടുത്താൽ മതി. ഏത് ഉറക്കത്തിൽ കിടക്കുന്നവനാണെങ്കിലും, എത്ര അനുസരണയില്ലാത്തവനാണെങ്കിലും, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അവന്റെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ ഈ ഒറ്റ ആയത്ത് ഓതി കൊടുത്താൽ മതി, എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ആ ആയത്ത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആ ആയത്ത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്ത് നിങ്ങൾ ഓതണം. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ, നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നവരുടെ ചാരത്ത് ചെന്നിട്ട് ഈ ഒരൊറ്റ ആയത്ത് ഓതി കൊടുത്താൽ മതി. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ കൊടുക്കും, എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ എഴുന്നേൽക്കുകയാണ്. അതാ നമസ്കാരത്തിന്റെ സമയമായാൽ അവിടുന്ന് തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ അവിടുന്ന് തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ് ഓതി കൊടുക്കുന്നത്. മക്കളെ എഴുന്നേക്കടാ, മക്കളെ എഴുന്നേക്കടാ, എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുന്ന മക്കളോട് പറഞ്ഞു കൊടുത്ത രണ്ട് പ്രതിഫലമാണ്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ഉപ്പമാരും ഉമ്മമാരും ഈ ആയത്ത് പഠിച്ചോ. നാളെ മുതൽ ഓതാനുള്ളതാണ്. സുബ്ഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടുന്ന് ഓതി കൊടുക്കേണ്ട ഒരായത്താണ്. ഏതായത്തെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന ഭാര്യയുടെ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവരെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ പറയുന്ന ഉപ്പമാര്, നിസ്കരിക്കാൻ പറയുന്ന ഉമ്മമാര്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരോട് പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, എന്തേ പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയുമോ? ഇതാരോടാ പറയുന്നത്? ഇതാരോടാ പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാൻ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ നമസ്കരിക്കാൻ വിടാത്ത സ്കൂളിലേക്ക് തന്റെ പൊന്നാര മക്കളെ കൊണ്ട് ചേർത്തിരിക്കുന്ന മാതാപിതാക്കളോടാ ളുഹർ നമസ്കാരമല്ല, എല്ലാ ദിവസവും ളുഹർ നമസ്കരിക്കാൻ പോകുന്നത് പോയിട്ട് വെള്ളിയാഴ്ച പോലും നമസ്കരിക്കാൻ അനുവദിക്കാത്ത സ്കൂളിലാണ് തന്റെ മാതാപിതാക്കളും തന്റെ പൊന്നാര മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത്, കൊണ്ടുപോയി ചേർത്തിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാ? നിന്റെ മക്കള് പട്ടിണിയില്ലാതെ കഴിയാറാണ്. നിന്റെ മക്കള് നല്ല നിലയിലെത്തുന്നത് കാണാറാണ്. മോനെ, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല വിജയം കിട്ടണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ. നല്ല ജോലി ഉണ്ടെങ്കിലേ നല്ല പണമുണ്ടാകൂ, എങ്കിലേ നല്ല ജീവിതമുണ്ടാകൂ, എങ്കിലേ സ്നേഹമുള്ള വാപ്പാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളോട്, സ്കൂളിൽ പറഞ്ഞു വിടുന്ന മക്കളോട് പറയണം, എങ്ങനെയെങ്കിലും ളുഹർ നമസ്കരിക്കണോ. എന്റെ പൊന്നാര മക്കളെ നമസ്കാര കളയാക്കില്ലേ. എന്തേ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒന്നാമത്തെ പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, 5 നേരം തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്ത്? ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിവിന് പോകണ്ട.
ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിക്കാൻ പോകണ്ട. അല്ലാഹുവേ, വെള്ളിയാഴ്ച പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ ഓർത്തു പിരിച്ചിട്ടിരുന്ന് യാചിക്കുന്ന എത്രയോ യാചകന്മാരെ കാണുന്നവരാ. ഈ പരിശുദ്ധമായ റമദാനിലോ ഓരോ വീടുകളെ കേറിയിറങ്ങി പിരിവിന് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ. എങ്കിൽ അല്ലാഹു പറയുകയാ, ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുക. അല്ലാഹു പറയുകയാണ്, നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ. അല്ലാഹു പറഞ്ഞത് വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാണല്ലോ. അല്ലാഹു പറയുകയാ, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ. നീ ഭക്ഷണം തേടി നടക്കണ്ട, നീ റിസ്ക് തേടി നടക്കണ്ട. ഞാനാടാ റാസിഖ്, ഞാനാണ് ഭക്ഷണം തരുന്നവന്. മരിക്കുന്ന കാലം വരെ നിന്നെ ഞാൻ പട്ടിണിക്കിടൂല, നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.